ഇങ്ങനെ ചാടട കൊച്ചിരാമ, അങ്ങനെ ചാടട കൊച്ചിരാമ എന്നൊരു ചൊല്ലും പഴഞ്ചൊല്ലും കവിതയുമൊക്കെ നമ്മൾ പാടി കേൾക്കാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ കുരങ്ങനെ കളിപ്പിക്കുന്ന രീതിയാണ്. അങ്ങനെ ചാടട ഇങ്ങനെ ചാടട എന്ന് പറയും. അങ്ങനെ ഇതുപോലെ കുരങ്ങ് കളിക്കുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഇങ്ങനെ കുരങ്ങിനെ കളിപ്പിക്കുന്ന ഒറ്റ ഒരുത്തനുമുണ്ട് കേരളത്തിൽ. അതാരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? മറ്റാരുമല്ല, കുരങ്ങ് കളിക്കുന്നത്, കുരങ്ങ് ആയി പെരുമാറുന്നത് കേരള പോലീസാണ്, ക്രൈംബ്രാഞ്ചാണ്, സംസ്ഥാന ക്രൈംബ്രാഞ്ച്, പ്രത്യേകിച്ച് കോട്ടയം ക്രൈംബ്രാഞ്ചും ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ചും. അവർ കുരങ്ങന്മാരെ പോലെ ആയിരിക്കുന്നു. അങ്ങനെ ചാടട ഇങ്ങനെ ചാടട എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചാടുന്നു. ഇങ്ങനെ ഇവരെ ചാടിക്കുന്നത് ആരാണ്? സീരിയൽ കില്ലറെന്നും സൈക്കോ കില്ലറെന്നും മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച 68-കാരനായ സെബാസ്റ്റ്യൻ എന്ന റിയൽ എസ്റ്റേറ്റുകാരൻ. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറാണെന്ന് മാധ്യമങ്ങൾ വിധിയെഴുതുന്നു. സെബാസ്റ്റ്യൻ സൈക്കോയാണെന്ന് വിധിയെഴുതുന്നു. ആയിഷയെയും ജൈനമ്മയെയും ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യനാണെന്ന് മുദ്ര കുത്തുന്നു. എന്നിട്ട് സെബാസ്റ്റ്യന്റെ 2.5 ഏക്കറുള്ള വീട്ടുവളപ്പ് അരിച്ചുപറക്കി പരിശോധിക്കുന്നു. വീടിന്റെ തറ കുത്തി തോണ്ടി പരിശോധിക്കുന്നു. എന്തിന്? സെബാസ്റ്റ്യനുമായി ഇല്ലീഗൽ ബന്ധം, അവിഹിത ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന റോസമ്മയുടെ വീട്ടിലെ കോഴി ഫാം കുത്തി തോണ്ടുന്നു. എന്തിന്? ഇനി ഈ സെബാസ്റ്റ്യന്റെ ഭാര്യ സുബിയെ നിരന്തരം ചോദ്യം ചെയ്യുന്നു. സെബാസ്റ്റ്യന്റെ സഹോദരൻ, അയാൾക്കുമുണ്ട് ഇതുപോലെ അടച്ചിട്ട കുറെ കാട് മൂടിയ പ്രദേശം, സ്വന്തം സ്ഥലം, അവിടെയും കുത്തിക്കിളയ്ക്കുന്നു. എന്നിട്ടും ഒന്നും കിട്ടുന്നില്ല ക്രൈംബ്രാഞ്ചിന്. അവിടെയാണ് സെബാസ്റ്റ്യന്റെ ബുദ്ധി എന്ന് പറയുന്ന സംഭവം. ഒരു ക്രിമിനലിന്റെ ബുദ്ധി എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ കാണിച്ചു കൊടുക്കുകയാണ് കേരള പോലീസിന്. ഇത് ഒരു പക്ഷേയെങ്കിൽ വരും തലമുറ, അടുത്ത വരുന്ന പോലീസ് ബാച്ചൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഈ സെബാസ്റ്റ്യന്റെ കഥ അല്ലെങ്കിൽ സെബാസ്റ്റ്യന്റെ കേസ് പഠിക്കേണ്ടി വരും. മറ്റൊന്നുമല്ല, അത്രമാത്രം സങ്കീർണമാണ് പോലീസിന് ഈ കേസ് തെളിയിക്കുക എന്ന് പറയുന്നത്. ജൈനമ്മ എന്ന ഏറ്റുമാനൂർ സ്വദേശിയെ കാണാതെ പോകുന്നത് 2024 ഡിസംബറിനാണ്. പരാതി ഉടനെ തന്നെ ലഭിച്ചു. ജൈനമ്മയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനം പരിശോധിച്ചപ്പോൾ ചേർത്തല പള്ളിപ്പുറത്താണ്. ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള റിയൽ എസ്റ്റേറ്റുകാരന് ജൈനമ്മയുമായി ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കോട്ടയം ക്രൈംബ്രാഞ്ച് നേരെ സെബാസ്റ്റ്യന്റെ ഈ പുരയിടത്തിൽ വരുന്നു, പരിശോധിക്കാൻ തുടങ്ങുന്നു. അവിടെ നിന്ന് കത്തിക്കരിഞ്ഞ ഒരു മൃതദേഹ അവശിഷ്ടം കിട്ടുന്നു. അത് ജൈനമ്മയുടേതാണെന്ന വ്യാഖ്യാനത്തോടുകൂടി പോലീസ് അത് പരിശോധനയ്ക്ക് വിടുന്നു. DNA സാമ്പിളുകളുടെ പരിശോധനയ്ക്ക് ജൈനമ്മയുടെ സഹോദരന്റെയും മകന്റെയും അടുത്ത ബന്ധുക്കളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നു. ഒപ്പം തന്നെ ആരോപണങ്ങൾ ഉയരുന്നു. ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ, അതുപോലെ തന്നെ ആയിഷ എന്നിവരുടെ തിരോധാനത്തിന് പിന്നിലും സെബാസ്റ്റ്യൻ തന്നെയാണ്. സെബാസ്റ്റ്യൻ ഇവരെ 3 പേരെയും കൊലപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന വാർത്തകൾ വരുന്നു. സംഭവങ്ങൾ പോലീസ് കഥ മെനയുന്നു. പക്ഷെ തെളിവുകളുണ്ടോ? സെബാസ്റ്റ്യന്റെ പറമ്പിലെ കുളങ്ങൾ പരിശോധിച്ചു. അതുപോലെ സെപ്റ്റിക് ടാങ്ക് പരിശോധിച്ചു. വീടിന്റെ തറയിളക്കി പരിശോധിച്ചു. ഒരു സാരിത്തുമ്പ് കിട്ടിയെന്ന് പറഞ്ഞു, ലേഡീസ് ബാഗ് കിട്ടിയെന്ന് പറഞ്ഞു, ഒരു ലേഡീസ് വാച്ച് കത്തിക്കരിഞ്ഞ നിലയിൽ കിട്ടിയെന്ന് പറഞ്ഞു, ഒരു മൊബൈൽ ഫോൺ കണ്ടെടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ആരുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇനി ഒരു ക്ലിപ്പിട്ട പല്ല് കണ്ടെത്തിയെന്ന് പറയുന്നു. ആ പല്ല് ആയിഷയുടേതാണെന്ന് പോലീസ് സംശയിക്കുന്നു. പക്ഷേ ആയിഷയുടേതാണെന്ന് സ്ഥിരീകരണമില്ല. അപ്പോൾ എവിടെയാണ് പോലീസിനെ പിഴച്ചത്? പോലീസിനെ ആരാണ് ഇതൊക്കെ കാട്ടിക്കൊടുക്കുന്നത്? സെബാസ്റ്റ്യൻ പറയും, അവിടെ കുഴിച്ചു നോക്കൂ, അവിടെ ഒരു കുളമുണ്ട്, പോയി നോക്കൂ, അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, അവിടെ ഒന്ന് നോക്കൂ. കാരണം നമ്മൾ പരമ്പരാഗതമായി ഒരുപാട് ക്രിമിനൽ കേസുകൾ വായിച്ചിട്ടും പഠിച്ചിട്ടും കണ്ടിട്ടുമുണ്ട്. നേരിട്ട് കണ്ടിട്ടുണ്ട്, തെളിവെടുപ്പുകൾ കണ്ടിട്ടുണ്ട്, കുത്തിത്തോണ്ടി പരിശോധിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഈ പറമ്പിലുണ്ട് സാറേ. ഈ പറമ്പിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ കുളങ്ങളുണ്ട്, വെള്ളക്കെട്ടുണ്ട്, ഇവിടെ സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, ഇവിടെ അടുക്കളയുണ്ട്, അടുപ്പുണ്ട്. നിങ്ങൾ അവിടെ പരിശോധിക്കൂ. സെബാസ്റ്റ്യൻ പറയുകയാണ്, അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ഉപയോഗശൂന്യമായപ്പോൾ ഞാനത് മൂടി, 3 വർഷം മുമ്പാണ് മൂടിയത്. അവിടെ ഒന്ന് ഇളക്കി പരിശോധിക്കൂ. പോലീസുകാർ ആളെ വിളിക്കുന്നു, JCB വിളിക്കുന്നു, കുത്തിത്തോണ്ടുന്നു. എന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നില്ല. 10 മീറ്റർ ആഴത്തിൽ വരെ പരിശോധിക്കുവാൻ കെൽപ്പുള്ള റഡാർ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോൾ ബീപ്പ് സൗണ്ട് കേൾക്കുന്നു. അവിടെയൊക്കെ കുത്തിത്തോണ്ടുന്നു, ഒന്നും കിട്ടുന്നില്ല. സെബാസ്റ്റ്യൻ ഇങ്ങനെ അവിടെ കുഴിയട എന്ന് പറയുമ്പോൾ പോലീസ് അവിടെ കുഴിക്കുന്നു, ഇവിടെ കുഴിയട എന്ന് പറയുമ്പോൾ പോലീസ് ഇവിടെ കുഴിക്കുന്നു. എന്നിട്ട് കിട്ടുന്നതൊന്നും ഈ കേസുമായി ഈ ഒരു ബിന്ദു വെച്ചിട്ടുണ്ട്. ബിന്ദു മീൻസ് ബിന്ദു പത്മനാഭനല്ല, ഒരു പോയിന്റ്. ആ പോയിന്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ക്രൈംബ്രാഞ്ചിന്, അന്വേഷണ സംഘത്തിന്. കാരണം അവിടേക്ക് ഈ സെബാസ്റ്റ്യൻ എത്തിക്കുന്നില്ല പോലീസിനെ. സെബാസ്റ്റ്യൻ അവിടെ തടയുകയാണ്.
പോലീസിന്റെ ബുദ്ധിയെ സെബാസ്റ്റ്യന്റെ ക്രിമിനൽ ബുദ്ധി തടയുകയാണ്. ഇതാണ് പ്രധാനം. പോലീസിനൊരു ബുദ്ധിയുണ്ട്, കേരള പോലീസിന് ബുദ്ധിയുണ്ട്, കേരള പോലീസ് ഈ കേസ് തെളിയിക്കുകയും ചെയ്യും. പക്ഷേ കേരള പോലീസ് സെബാസ്റ്റ്യൻ കസ്റ്റഡിയിലുള്ള ദിവസങ്ങളിൽ പോലും സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്യുമ്പോൾ സെബാസ്റ്റ്യൻ ചിരിച്ചു കാണിക്കുന്നു, ചിലപ്പോൾ അട്ടഹസിച്ച് കാണിക്കുന്നു. ഒപ്പമുള്ള പോലീസുകാരോട് എടാ ഇത് നമ്മുടെ കാര്യം, ഇതൊന്നും വലിയ കാര്യമില്ല, നിന്റെ കാര്യം എന്തായി എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഹ്യം പറയുന്നു, നേതാക്കളോട് കുശലം പറയുന്നു. ഈ തരത്തിലാണ് സെബാസ്റ്റ്യൻ ഇടപെടുന്നത്. സെബാസ്റ്റ്യൻ പറയുന്നു, സാറേ അവിടെ ഒരു കുളമുണ്ട്, അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്, അവിടെയാണ് സെപ്റ്റിക് ടാങ്ക് എന്ന് വിശദമായി കാണിച്ചു കൊടുക്കുകയാണ്. പോലീസ് അവിടങ്ങളിൽ കുഴിച്ചു നോക്കുകയാണ്. കാരണം പോലീസിന്റെ തലച്ചോറിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലം ഇങ്ങനെയൊക്കെ ആയിരിക്കാം മൃതദേഹം മറവ് ചെയ്തിരിക്കാനുള്ള സാധ്യത. അയാൾ ആ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഉടനെ അവിടെ പോയി കുഴിക്കുന്നു, അവിടെ ഒരു പണ്ടാരവും കിട്ടുന്നില്ല. ഇവിടെ കുത്തി നോക്കുന്നു, ഇവിടെയും ഒന്നും കിട്ടുന്നില്ല. ഈ എന്തെങ്കിലും കിട്ടിയാലോ അതൊട്ട് മാച്ച് ആകുന്നുമില്ല. ആ പോയിന്റിലേക്ക്, പർട്ടിക്കുലർ പോയിന്റിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നില്ല. അതിന് തടസ്സം നിൽക്കുന്നത് സെബാസ്റ്റ്യന്റെ ക്രിമിനൽ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു, സെബാസ്റ്റ്യൻ പഠിച്ച ക്രിമിനലാണ്, സെബാസ്റ്റ്യൻ ഇൻബോൺ ക്രിമിനലാണ്. അതുകൊണ്ടാണ് അയാൾ 17-ാം വയസ്സിൽ സ്വന്തം പിതാവിന്റെ ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊടുത്തത്. അതുകൊണ്ടാണ് അയാൾ ബിന്ദു പത്മനാഭനെ കരുവാക്കി അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തത്. അതുകൊണ്ടാണ് അയാൾ ഐഷയെ ചാക്കിട്ട് പിടിച്ച് അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി അവരെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ടാണ് അയാൾ ജൈനമ്മയെ ചാക്കിട്ട് പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കത്തിച്ച് കരിച്ചു കളഞ്ഞത്. ഇത് അയാളുടെ ബുദ്ധിയാണ്. അയാൾക്കറിയാം അയാൾ ഒരിക്കലും പിടിക്കപ്പെടില്ല, പോലീസിന് അയാളെ കുരുക്കാനുള്ള ഒരു തെളിവും ലഭിക്കില്ല എന്ന ആ ഉറപ്പിൽ നിന്നാണ് സെബാസ്റ്റ്യൻ കളിക്കുന്നത്. സെബാസ്റ്റ്യൻ പോലീസിനെ കുരങ്ങ് കളിപ്പിക്കുന്നു, പോലീസ് അതിനൊത്ത് തുള്ളുകയും ചെയ്യുന്നു. ഇത് പോലീസിന് നാണക്കേടാണ്. പോലീസ് തിരിച്ചറിയുക, സെബാസ്റ്റ്യൻ നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. സെബാസ്റ്റ്യൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തെളിവും ലഭിക്കില്ല. സെബാസ്റ്റ്യന് അപ്പുറം നിങ്ങൾ ചിന്തിക്കണം. സെബാസ്റ്റ്യൻ പറയുന്നതിനപ്പുറം നിങ്ങൾ ചിന്തിച്ചാൽ മാത്രമേ സെബാസ്റ്റ്യനെ കുരുക്കാൻ കഴിയുകയുള്ളൂ ചേർത്തല കൂട്ടക്കൊലക്കേസിൽ.